ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ജഡ്ജി അറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെമാൽ പാഷ. രാജാവ് മഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടത്. മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല ജഡ്ജസ് മറുപടി പറയാത്തത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി ഞാൻ നിങ്ങളിലേക്ക് വരുന്നു. ഈ കേസ് ആദ്യം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ, അതായത് സെഷൻസ് കോടതി അഡീഷണൽ സെഷൻസ് കോടതി വന്നു കഴിഞ്ഞപ്പം തന്നെ ആ കേസിൻ്റെ നോക്കുമ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയിരുന്നത് എന്ന് അതിൽ കാണാൻ പറ്റി. അത് കൂടാതെ അതിൻ്റെ പ്രോസിക്യൂഷൻ നടത്തിയത് വളരെ മോശമായ രീതിയിലാണ് ആ പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രോസിക്യൂട്ടർ ഇടയ്ക്ക് വെച്ചങ്ങ് പോയി, വേറെ പിന്നെ ഒരു പ്രോസിക്യൂട്ടർ വന്നു. അത് ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ നടത്തിയിട്ടാണ് ഈ പ്രതികളെന്ന് വെറുതെ വിട്ടുപോയപ്പെടുകയാണ്. അത് നാട്ടിൽ വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് തന്നെ, അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ 1360 എന്നുള്ള നമ്പറിൽ ഒരു അപ്പീൽ കൊടുത്തു. അതേപോലെ അതിൻ്റെ കൂടൊപ്പം വിക്ടിംസ് അപ്പീൽ ആയിട്ട് ഈ കുട്ടികളുടെ മാതാവ് ഈ ഭാഗ്യവതി അപ്പീൽ കൊടുത്തു ഈ വെറുതെ വിട്ടുപോയതിനെതിരെ. ഈ 2 അപ്പീലുകൾ, അതായത് അത് ഒന്നിച്ച് പരിഗണിച്ചു. അതായത് ആ അപ്പീൽ എന്ന് പറഞ്ഞാൽ 31/2019, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ അപ്പീൽ 1360/2019. അതാണ് ഹൈക്കോടതി വന്നത്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച്, ജസ്റ്റിസ് ഹരിപ്രസാദും ജസ്റ്റിസ് അനിതയുമാണ് ആ ഡിവിഷൻ ബെഞ്ചിൽ. അവർ ഈ കേസ് വിശദമായിട്ട് വാദം കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എത്രത്തോളം കാഠിന്യമുള്ള ഒരു മാറ്ററാണെന്ന് അവർക്ക് മനസ്സിലായി. അത് മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ലാപ്സ് ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയ ലാപ്സ് ഉണ്ടായെന്നും കോടതിക്ക് മനസ്സിലായി, ഹൈക്കോടതിക്ക് മനസ്സിലായി. ഹൈക്കോടതി അപ്പോൾ ഈ അപ്പീലുകൾ വാദം കേട്ടതിന് ശേഷം ഹൈക്കോടതി ഈ 2 അപ്പീലുകളും അനുവദിച്ചു. അതായത് സ്റ്റേറ്റ് കൊടുത്ത അപ്പീലും അതേപോലെ വിക്ടിംസ് അപ്പീലും ഈ ഭാഗ്യവതി കൊടുത്ത അപ്പീലും അനുവദിക്കുകയാണ്. അനുവദിച്ചതിന് ശേഷം ഈ മറ്റേ ആ 4 സെഷൻസ് കേസുകളിലും 1ാം അഡീഷണൽ സെഷൻസ് കോടതി, അതായത് പോക്സോ കോടതി പാലക്കാട് പറഞ്ഞ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഉത്തരവുണ്ടല്ലോ, അത് 3 ആ ഉത്തരവുകളൊക്കെ റദ്ദാക്കി മുഴുവൻ. അതാണ് റദ്ദാക്കിയിട്ട് 2ാമത് ഡീനോവ ട്രയൽ, അതായത് സാധാരണ ഒരു ട്രയൽ ബാക്കിയായിട്ട് അഡീഷണലായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്, ഡീനോവ ട്രയൽ, അതായത് പുതിയ ട്രയൽ തന്നെ നടത്താൻ ഓർഡർ ചെയ്തു ഈ കേസിനകത്ത്. അത് മാത്രമല്ല, പ്രോസിക്യൂഷന് വേണമെങ്കിൽ കൂടുതൽ സാക്ഷികളെ വിസ്തരിക്കാം, അതിനുള്ള അധികാരം കൊടുത്തു. അതും കൂടാതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം 173(8), അതായത് സെക്ഷൻ 173(8) CRPC അനുസരിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് അവിടെ കോടതിയിൽ അപേക്ഷ കൊടുക്കാം, അത് അനുവദിക്കണം എന്നുള്ള കർശനമായ ഉത്തരവുകൾ ഹൈക്കോടതി പാസ്സാക്കി. യഥാർത്ഥത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവെന്ന് പറയുന്നത് വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിനകത്ത് 2ലും വന്നേക്കുന്ന വിധി, കോമൺ ജഡ്ജ്മെൻറ്റ്, ആ വിധി എന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്നതാണ്. കാരണം ഇതേപോലൊരു കേസ് തേച്ചു മായ്ച്ച് കളയാനുള്ള മാർഗങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു വിധിയാണ്. അങ്ങനെ വീണ്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇതുപോലെ വീണ്ടും കുറച്ച് സാക്ഷികളെയൊക്കെ വേണം എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യവതി, അതായത് ഈ കുട്ടികളുടെ അമ്മ, ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അതായത് ഈ കേസ് ഇവരന്വേഷിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ പോകുള്ളൂ, അതുകൊണ്ട് കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഈ അന്വേഷണം CBIക്ക് വിടണം എന്ന് പറഞ്ഞ് ഭാഗ്യവതി സമീപിച്ചു. ആ ഭാഗ്യവതി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഇതിനകത്ത് CBI അന്വേഷണം
അതായത് ഓർഡർ ചെയ്തു. CBI അന്വേഷണം ഓർഡർ ചെയ്യുന്നത്, ഹൈക്കോടതി ഓർഡർ ചെയ്യുന്നത് 19/3/2021 ഓർഡർ ചെയ്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഗവൺമെൻറ് രണ്ട് ഗവൺമെൻറ് ഓർഡറുകൾ പുറപ്പെടുവിച്ചു. ഒന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെയും അല്ലാതെയും ആയിട്ട് 2 GO. അതനുസരിച്ച് 25/1/2021, അതുപോലെ 2/2/2021 ഈ 2 തീയതികളിലുള്ള GO പ്രകാരം CBIക്ക് അന്വേഷണം കൈമാറാനായിട്ട് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു. CBI ഹൈക്കോടതിയുടെയും അതുപോലെ സ്റ്റേറ്റിൻ്റെയും 2 പേരുടെയും താല്പര്യപ്രകാരമാണ് CBI കേസ് ഏറ്റെടുക്കുന്നത്. CBI കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ വിചാരിച്ചു, അതായത് ഈ വളയാർ കേസിൻ്റെ പുറകിലുള്ള ആളുകളെല്ലാം വിചാരിച്ചു CBI ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറ്റമറ്റ രീതിയിൽ ഒരു അന്വേഷണം നടത്തും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് CBI ഏതാണ്ട് ഈ പോലീസിൻ്റെ ആ ഫൈൻഡിങ്സ് മുഴുവൻ അപ്രൂവ് ചെയ്തിട്ട് ഇത് ഒരു ആത്മഹത്യ ആകാനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാനൊക്കത്തില്ല. അതാണ് കാര്യം. ഇത് കൊലപാതകമാണോ ഇല്ലെന്നുള്ളതല്ല, ഇത് ആത്മഹത്യയാകാനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ആത്മഹത്യയാകാൻ, അതേ ഉള്ളൂ. ഇത് കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ടോ ഇല്ലെന്നുള്ളതല്ല അവർ നോക്കിയേക്കുന്നത്. ആത്മഹത്യയാകാനുള്ള സാഹചര്യങ്ങൾ ഇതിൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് ആ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വന്നേക്കുന്നത്. മാത്രമല്ല, ഈ അമ്മ, അതായത് ഈ 2 പെൺമക്കളെ നഷ്ടപ്പെട്ട ഈ അമ്മ, അവരെ വളരെ മോശമായ രീതിയിൽ അവരെക്കുറിച്ച് കുറേ അലിഗേഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനകത്ത് വളരെ വല്ലാതെ നമുക്ക് തോന്നുന്ന കാര്യം. ഏതെന്നറിയോ, ഈ മൂത്ത കുട്ടിയും അതുപോലെ ഇളയ കുട്ടിയൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്, കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഈ അമ്മ ഒരുപാട് ആളുകളെ അവിടെ വീട്ടിൽ വിളിച്ചു വരുത്തി മദ്യപിക്കുന്നതാണ്. നമ്മളതിൽ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കുട്ടികളെ, അതായത് ഈ പ്രകൃതി വിരുദ്ധ പീഡനത്തിനൊക്കെ വശംവദരാക്കിയേക്കുന്നത്, അതായത് വിധേയരാക്കിയേക്കുന്നുണ്ടല്ലോ, എവിടെ വെച്ചെന്നറിയാമോ, ഈ വീട്ടിൽ നിന്ന് വളരെ ദൂരെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ അമ്മയും ഈ രണ്ടാനച്ഛനും അവർ കൂലിവേലക്കാരാണ്. അവർ ഈ റോഡ് പണിക്കും തൊഴിലുമൊക്കെ നടക്കുന്നവരാണ്, കെട്ടിടം പണിക്കൊക്കെ പോകുന്നവരാണ്, അങ്ങനെയുള്ള നിർമ്മാണ തൊഴിലാളികളാണ്. ഇവർ പോയിട്ട് വരുമ്പോൾ ഒരുപാട് താമസിക്കും. അപ്പോൾ ഈ മക്കളെ, ഈ 12 വയസ്സുള്ള ഈ കുട്ടിയും മറ്റേതിനെ ഒന്നും വീട്ടിൽ ഇരുത്താൻ പറ്റാത്തത് കൊണ്ട് ഇതിൻ്റെ അമ്മുമ്മ, അതായത് ഈ ഭാഗ്യവതിയുടെ അമ്മ സരോജിനി താമസിക്കുന്ന വീടുണ്ട്, ദൂരെയാണ്. അവിടെ പോയി ഇരുന്നുകൊണ്ടോ സ്കൂളിൽ നിന്ന് വിട്ടു വന്നാൽ ഈ 2 കുട്ടികളും പിന്നെ ഈ രണ്ടാനച്ഛനുള്ള ഒരു മകനുണ്ട്, അവർ കൊച്ചു പയ്യൻ, അവനും കൂടെ നേരെ പോയി സരോജിനിയുടെ വീട്ടിൽ പോയിരിക്കണം. അതെന്തിനാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുള്ളൂ. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് ഒരബദ്ധവും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ തള്ളയെടുക്കുന്ന മുൻകരുതലാണത്. ഈ അമ്മ വരുമ്പോൾ അമ്മ വന്ന് അവിടുന്ന് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ടാണ് അവരെക്കുറിച്ച് ഇതുപോലുള്ള അലിഗേഷൻസ് ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. വളരെ മോശമായ രീതിയിലുള്ള അലിഗേഷനാണ് പറഞ്ഞേക്കുന്നത്. അത് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് CBI അവസാനം അതിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം അത്രത്തോളം മാനനഷ്ടം ആ സ്ത്രീക്ക് ഉണ്ടാക്കിയേക്കാണ്. ഇനി അവർ മദ്യപിച്ചെന്നിരിക്കട്ടെ, അത് CBIയുടെ വിഷയമാണ്. എനിക്ക് മനസ്സിലായില്ല, ഈ കുഞ്ഞുങ്ങളുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട CBI ഇവർ മദ്യപിക്കുന്നുവോ ഇല്ലയോ എന്നുള്ളതാണോ അന്വേഷിക്കേണ്ടത്? ഇവർ ആളുകളെയൊക്കെ വീട്ടിൽ വെച്ച് വിളിച്ചു വരുത്തും മദ്യപിക്കുന്നു. എന്നാൽ ആ മദ്യപിക്കാൻ വരുന്നവന്മാരെ ഒന്നും പ്രതിയാക്കിയിട്ടില്ലല്ലോ. ഇത് മാത്രമല്ല, ഈ മൂത്ത കുട്ടി ഇത് പറഞ്ഞതല്ലേ പറയുന്നത്, മൂത്ത കുട്ടിയുടെ ആദ്യത്തെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൗൺസിലിങ്ങിന് വിട്ട ഒരു ടീച്ചറുണ്ട് അവിടെ. ആ മൂത്ത കുട്ടിയുടെ സ്കൂളിലെ ടീച്ചർ, ആ ടീച്ചറാണ്. ആ ടീച്ചറുടെ മൊഴിയുണ്ട് വിശദമായിട്ട്. അവരെടുത്ത് ഇങ്ങനെ ഈ മദ്യപിക്കുന്നവരോ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പറയണമായിരുന്നു എങ്കിൽ ഈ മൂത്ത കുട്ടി അവരോട് പറയുമായിരുന്നു, ആ ടീച്ചറോട്. അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ CBI എങ്ങനെയെങ്കിലും കൈയെഴുതി ഏതെങ്കിലും വിധത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിക്കണം. അതാ വേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് ഇതിനകത്ത് വേറെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ മൂത്ത കുട്ടിക്ക് ശരിയാണ്, അത് കട്ടിലിൻ്റെ മുകളിൽ കസേരയിട്ട് കയറി നിന്നാൽ ഈ റാഫ്റ്റർ, അതായത് നമ്മുടെ കഴുക്കോല ഉത്തരം അല്ല നമ്മുടെ മോന്തായം എന്ന് നമ്മൾ പറയും, അതിലേക്ക് വേണമെങ്കിൽ എത്തിപ്പിടിക്കാം. പക്ഷേ അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. നല്ല ഉയരമുള്ള ഒരാൾക്ക് അവിടെ കയറി നിന്ന് അത് എത്തിപ്പിടിച്ചാൽ മാത്രമേ അതിന് ലൈഗേച്ചർ ഒരുക്കാൻ പറ്റുള്ളൂ. അതായത് ഇതിൻ്റെ ഈ കഴുക്കോല്, അതായത് ഈ പറയുന്ന മോന്തായവും ആ ഷെഡിൻ്റെ റൂഫും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്ററാണ്.
ഒരു കൈ നമുക്ക് കിടത്താൻ പറ്റത്തില്ല, 10 സെന്റിമീറ്റർ മാത്രം ഉള്ളപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളിടത്താണ് ഈ മൂത്ത കുട്ടി ആദ്യം അതൊരു ഷാളിലാണ്, ഒരു ദുപ്പട്ട ഷാളിലാണ് അത് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത്. രണ്ടാമത്തെ കുട്ടി ആണെങ്കിൽ ഒരു ലുങ്കിയിലാണ് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഇനി ആ രണ്ടാമത്തെ, അത് വളരെയധികം സ്ട്രേഞ്ച് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ രണ്ടാമത്തെ കുട്ടി എങ്ങനെ ഇവിടെ കയറും, അതിനെങ്ങനെ ഇതിനകത്ത് പിടിക്കാൻ പറ്റും? 129 സെന്റിമീറ്ററേ അതിന് നീളമുള്ളൂ ഈ രണ്ടാമത്തെ കുട്ടിക്ക്. അതിൻ്റെ ലെങ്ത് അതാണ്, ആ ബോഡിയുടെ ലെങ്ത്. ഈ കുട്ടി അത് കയറണമെന്നുണ്ടെങ്കിൽ അത് അവർ CBIയുടെ വെർഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നതാണ്. ആദ്യം 2 കട്ട കൊണ്ടുവന്നു കേട്ടോ. 2 കട്ടയ്ക്ക് 16 സെന്റിമീറ്റർ ഉയരമുണ്ട് 2 കട്ടയ്ക്ക്. പിന്നെ കട്ടിലിന് കേട്ടോ, കട്ടിലിന് ഉയരം ബാക്കി അത് കട്ടിലിൻ്റെ ഉയരം എന്ന് പറയുന്നത് 39 സെന്റിമീറ്ററാണ്. അപ്പോൾ 16 സെന്റിമീറ്റർ ഉയരമുള്ള 2 കട്ടകൾ, 39 സെന്റിമീറ്ററുള്ള ഉയരമുള്ള കട്ടിൽ തറയുന്നു. പിന്നെ അതിന് മുകളിൽ ചെയർ, കസേര. ആ കസേരയുടെ ടോപ്പ് വരെയുള്ള ഉയരം എന്ന് പറയുന്നത് 42 സെന്റിമീറ്ററാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്ര? 97 സെന്റിമീറ്റർ വരും. അപ്പോൾ 97 സെന്റിമീറ്ററാണ് യഥാർത്ഥത്തിൽ ഈ ഉയരം കിട്ടുന്നത്. ഈ കുട്ടിക്ക് 129 സെന്റിമീറ്റർ ഉയരമുണ്ട്, നീളമുണ്ട്. ഇനി ഈ തറയിന്ന് ഈ റാഫ്റ്ററിൻ്റെ ടോപ്പിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് 246 സെന്റിമീറ്ററാണ്. അപ്പോൾ 246 സെന്റിമീറ്ററിൽ നിന്ന് നമുക്ക് ഈ 97 സെന്റിമീറ്റർ ഒന്ന് കുറയ്ക്കണം, കാരണം ഇത്രയുണ്ട്. പിന്നെ അതിലൂടെ 129 സെന്റിമീറ്റർ കൂട്ടിയെടുക്കണം കേട്ടോ, അത് വേണം. അപ്പോൾ അതാവും. അപ്പോൾ എങ്ങനെ ഇനി അന്നേരം എന്ത് ചെയ്യാൻ പറ്റും എന്നാരും എത്തത്തില്ല. അപ്പോൾ CBI ഒരു കാര്യം കണ്ടുപിടിച്ചു. ഈ കുട്ടിയുടെ മിഡിൽ ഫിംഗർ അതും കാലിൻ്റെ തള്ളവിരലും തമ്മിലുള്ള, അതായത് തള്ളവിരൽ നീട്ടി വെക്കണം കേട്ടോ. കൈയുടെ മിഡിൽ ഫിംഗറിൻ്റെ ലെങ്ത്, അവിടെ വരെയുള്ള ലെങ്ത് എടുത്തു കേട്ടോ. അതിനി ഞാൻ ബാക്കി, അത് വളരെ രസകരമായ കാര്യമാണ് അടുത്തത്.